വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മുൻജന്മത്തിലെ ഏത് കർമ്മഫലത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. Knight of Wands, World, Ten of Wands, Sun, Magician, Queen of Pentacles, Knight of Pentacles, Five of Swords, Three of Pentacles, King of Wands, Eight of Wands, Judgment, King of Pentacles, Wheel of Fortune, Ace of Wands, Two of Pentacles, Lovers. ബോട്ടം ഓഫ് ദ ഡെക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾ ഈ ജന്മം ഏത് കർമ്മഫലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയം കൂടുതൽ പേരും കടന്നു പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള എന്തോ ഒരു കർമ്മയാണ് ഇപ്പം നിങ്ങളിൽ തീരുന്നത്. അതായത് മുൻജന്മത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മയാണ് ഈ സമയം തീരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കർമ്മ തീരുന്ന ഒരു സമയം. ഈ സമയത്ത് നിങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടാകാം, ഫിനാൻഷ്യലി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇതിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങളുടെ ആ കർമ്മ ബാലൻസ് ആകൂ. അത് ബാലൻസ് ആയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈ സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പവർ വെച്ച് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ സമയം ഇങ്ങനെ വരുന്നത് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പവർ വെച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്നു, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് ഈ ഒരു സമയം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു സമയം രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ മുൻജന്മത്തിലെ കർമ്മ, ഫിനാൻഷ്യൽ കർമ്മ ഹീലായി പോകുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ പവർ എന്താണ് അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ. ഈ കർമ്മേൻ്റെ ഇൻറ്റൻഷൻ അതായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലെസനാണ് ഈ കർമ്മയിലൂടെ നിങ്ങൾ പഠിക്കേണ്ടതും ഈ കർമ്മ അങ്ങനെയാണ് ബാലൻസ് ആവേണ്ടതും. പല കർമ്മകളും ബാലൻസ് ആകാൻ വേണ്ടി നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ കർമ്മ ബാലൻസ് ആകാനുള്ള സൊല്യൂഷൻ മെജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള പവർ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്ററെ ഉണർത്തി എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പവറിലോട്ടേക്ക് നിങ്ങൾ വരണം. ഇതാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ. പിന്നെ കുറേ പേർക്ക് വന്നിരിക്കുന്നത് ചില ബ്ലോക്ക് നിങ്ങളെ തടഞ്ഞു വെക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഒരു സമയം മറ്റ് പല കാര്യങ്ങളിലും സ്മൂത്തായിട്ട് പോകേണ്ടതായിരിക്കാം. ഫിനാൻഷ്യൽ കാര്യത്തിലല്ലാതെ ബാക്കിയുള്ള ഏരിയ, ലൈഫിൻ്റെ ബാക്കിയുള്ള ഏരിയ നിങ്ങൾ സ്മൂത്തായിട്ട് പോകേണ്ടതാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് തടസ്സങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് കാണാൻ പറ്റുന്നത്. മേ ബി അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കാം. ആ തേർഡ് പാർട്ടി വരാനുള്ള കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം തടസ്സങ്ങളുണ്ട്. ഈ തടസ്സം റിലേഷൻഷിപ്പിൽ വരാനുള്ള കാരണം ഈ സമയം നിങ്ങൾ ഫിനാൻഷ്യലി ബാലൻസിലോട്ടേക്ക് വരേണ്ട ഒരു സമയമാണ്. ഫോക്കസ് കംപ്ലീറ്റ് അതിലോട്ടേക്കാണ് പോകേണ്ടത്, റിലേഷൻഷിപ്പിലല്ല. ഇൻഡിപെൻഡൻ്റ് ആവേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവണം. അതിനുവേണ്ടിയാണ് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ആ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാവില്ല. അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കും. ആ വരാനുള്ള കാരണം നിങ്ങളുടെ ഫോക്കസ് അതിൽ നിന്ന് മാറ്റി നിങ്ങൾ ഈ ഒരു സമയം ഇൻഡിവിജ്വാലിറ്റിയിലേക്കും നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്ററിലേക്കും കണക്റ്റ് ആവേണ്ടതാണ്.
ഇതിലൂടെ പാസ്റ്റ് ലൈഫ് കർമ്മ ബാലൻസ് ആവേണ്ടതാണ്. അതുകൊണ്ടാണ് മറ്റ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ തടസ്സം പ്രകൃതിയായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ടുവന്നു. ആ തേർഡ് പാർട്ടിയെയും യൂണിവേഴ്സ് തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം ഈ സമയം അതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവാം. റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ള, ഈ സമയത്ത് മറ്റെന്തിലോ കണക്റ്റ് ആവേണ്ടതാണ് എന്നുള്ളതും, പിന്നെ ഈ സമയത്ത് ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് യൂണിവേഴ്സിൻ്റേതായ എന്തോ ഒരു ഇടപെടലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ പറ്റിയവർക്ക് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ്. കാരണം അതാണ് നിങ്ങളുടെ പൂർണ്ണതയായിട്ട് വരുന്നത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണോ പാഷൻ, ആ പാഷനിലോട്ടേക്ക് കണക്റ്റ് ആവണം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പൂർണ്ണത വരും. ആ ഒരു പൂർണ്ണത വന്നാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ ബേർഡൻ ആയിട്ട് കൊണ്ട് നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഒന്നിനും ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ല. മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടി ആലോചിക്കുന്നുണ്ട്, നെക്സ്റ്റ് എന്തെങ്കിലും കരിയർ വൈസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് പ്രൊജക്റ്റ് എന്തെങ്കിലും ഉണ്ടാവാം, അതിനൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ശരിയാവാത്തതിൻ്റെ കാരണം ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷനാണ്. അതായത് ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാതെ, നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റർ ഉണരാതെ നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ആരൊക്കെയായിട്ട് എന്തൊക്കെ പ്രൊജക്റ്റ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ റിസൾട്ടിൽ എത്തില്ല. എപ്പോഴാണോ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഉയർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഉയർത്തുമ്പോഴാണ് നിങ്ങളിലേക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ ലോ വൈബിൽ ഇരിക്കുമ്പോൾ ലോ വൈബായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അച്ചീവ് ചെയ്യൂ. കടബാധ്യതകളൊക്കെ ലോ വൈബായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾ ഹൈ വൈബിലോട്ടേക്ക് വരണം. അതിന് ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള പ്രാക്ടീസസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ഹൈ വൈബിലോട്ടേക്ക് വരാനുള്ള പ്രാക്ടീസാണ്. അപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പല ബേർഡനും ഇപ്പോൾ നിങ്ങൾ ചുമന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി നിങ്ങളിലേക്ക് നല്ലത് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ പലതിനും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ പ്ലാനിങ് എല്ലാം വെറും വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, റിപ്പീറ്റായിട്ട് പിന്നെയും പറയേണ്ടി വരുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും മാറും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിലായാലും പിന്നെ നിങ്ങളുടെ കർമ്മയായാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യമായാലും സ്പിരിച്വൽ റിലേറ്റഡും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസും പിന്നെ എയ്സ് ഓഫ് വോൺസൊക്കെ നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള എനർജി ഇൻക്രീസ് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രാക്ടീസസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മുൻ ജന്മത്തിലെ ഏത് കർമ്മഫലത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഫിനാൻഷ്യൽ കർമ്മയായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് തോന്നാം റിലേഷൻഷിപ്പിലെ കർമ്മയാണ് എന്നുള്ളത്, പക്ഷേ അത് റിലേഷൻഷിപ്പിലല്ല. റിലേഷൻഷിപ്പിലേക്കുള്ള കർമ്മ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ റിലേഷൻഷിപ്പിലതല്ല, ഫിനാൻഷ്യൽ കർമ്മയാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കർമ്മ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ സ്റ്റെബിലിറ്റി വരണം. ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മെഡിറ്റേഷൻ ആയാലോ അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം റൂട്ട് ചക്ര ബാലൻസ് വന്നാൽ മാത്രമേ ബാക്കിയുള്ള ചക്രാസ് ഓപ്പൺ ആവൂ. പിന്നെ ഹാർട്ട് ചക്രയും ഓപ്പൺ ആവണം. പക്ഷേ റൂട്ട് ചക്ര ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാൻ പറ്റൂ. ഈ ഹാർട്ട് ചക്ര ഓപ്പൺ ആയാൽ മാത്രമേ ആ ഡോർ ഓപ്പൺ ആവൂ. കാരണം ഹാർട്ട് ചക്രയാണ് അപ്പർ ചക്രാസിലും ലോവർ ചക്രാസിലും ഉള്ള ഡോറ്. ഈ ഡോർ ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് ബാക്കിയുള്ള ചക്രാസ് നമുക്ക് അവേക്കനിങ് ചെയ്യിപ്പിക്കാനും അതിൽ നമുക്ക് ഒരു ആക്ടിവേഷൻ സംഭവിക്കുന്നതും. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് റൂട്ട് ചക്രയാണ്. അത് റൂട്ട് ചക്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കാം. അപ്പർ ചക്രാസ് ഒന്നും ഈ സമയത്ത് ഓപ്പൺ ആക്കേണ്ട സമയമല്ല. ഇപ്പം ലോവർ ചക്രാസ് ഓപ്പൺ ആക്കേണ്ടതാണ്. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ശരിയാവാനുള്ളത്, ഒരു ബാലൻസിൽ വരാനുള്ളത്. അത് വരണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലോവർ ചക്രാസ് ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് റൂട്ട് ചക്ര, സെക്കൻഡ് ചെയ്യേണ്ടത് ഹാർട്ട് ചക്ര. ഹാർട്ട് ചക്ര ഇപ്പോൾ ചെയ്യണമെന്നില്ല, റൂട്ട് ചക്രേണ്ടത് മാത്രം ഈ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിംഗ്.